കൈ നിറയെ ബുക്കൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് പാടമൊന്നും ഒരു സ്കൂൾ ലൈബ്രറിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ച് ഷോ കേട്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫൈസൽ ഏട്ടൻ. നമ്മളോട് പറഞ്ഞിരുന്നു നെക്സ്റ്റ് വീക്ക് നമുക്ക് ബുക്ക് കൊണ്ട് തരുന്നത്. ആ ബുക്കുമായിട്ട് ഒരുപാട് ബുക്കുമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതിന് ശരിക്കും താങ്ക് യു പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ആസ് എ സിറ്റിസൺ റെസ്പോൺസിബിലിറ്റി, പ്രത്യേകിച്ച് ക്ലബ് എഫ്എമ്മിന്റെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അത് ഇനിയും തുടരണം, ഇതിനേക്കാൾ അഗ്രസീവ് ആയിട്ട് തുടരണം. അപ്പം നമ്മളൊരു ഉത്തരവാദിത്വമാണ്. സോ ഐ എം നോട്ട് ഡിസേർവിംഗ് ഫോർ എ വേർഡ് ഓഫ് താങ്ക്സ് ആക്ച്വലി. ശരിക്കും ഈ ഒരു ക്യാമ്പയിനെ പറ്റി അറിഞ്ഞപ്പോ എന്താണ് മനസ്സിൽ ആദ്യം തോന്നിയത്? എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എന്തുമാത്രം കാര്യങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് എന്റെ മനസ്സിൽ പോയത് ഒരുപാട് കുട്ടികൾ, ഡിസേർവ് ചെയ്യുന്ന കുട്ടികൾക്ക് ബുക്ക് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവാം. നമുക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ കിട്ടാത്തവരുണ്ടാവും. അത് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ബുക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചില ബുക്കുകളിലൊക്കെ ഉള്ള സബ്ജക്റ്റുകൾ തന്നെ ചിലപ്പോൾ ആ ബുക്ക് വായിച്ചാൽ തന്നെ കുട്ടിക്ക് അതുപോലെ പ്രയോജനം കിട്ടുന്നതായിരിക്കാം. അത് കിട്ടിയില്ലെങ്കിൽ അവൻ ആ ഏരിയ കിട്ടുന്നില്ല. നമുക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു വളർന്ന ഒരു ഭാഗമാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാധിക്കാത്ത കുട്ടികൾക്ക് അറിവ് പകരാനായിട്ട് ബേസിക്കലി വി ആർ ഗിവിംഗ് ദി നോളജ് അല്ലേ, അതിന് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഏറ്റവും നല്ല ഇനീഷ്യേറ്റീവ് ആണ് ഈ ലൈബ്രറി സെറ്റ് ചെയ്യുന്ന ക്ലബ് എഫ്എമ്മിന്റെ പ്രോഗ്രാം. യെസ്, ഫൈസലേട്ടൻ ലൈബ്രറി ചെല്ലുന്നു, ബുക്ക് വാങ്ങിയെന്ന് പറഞ്ഞു. വീട്ടിലുള്ള കുറച്ച് ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ലൈബ്രറി പോയിട്ട് ബുക്ക് വാങ്ങിച്ചിട്ട് വന്നേക്കണം. ഏത് ടൈപ്പ് ബുക്കാണ് മനസ്സിലേക്ക് വന്നത്? കുട്ടികൾക്ക് എങ്ങനത്തെ കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ? ഉറപ്പായിട്ടും. കാരണം സ്കൂൾ ലെവലിൽ നമ്മൾ നേരിട്ടതും കുട്ടികൾ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പഠനമുറിയിൽ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സമയം സ്കൂളിലുള്ളൂ. മൈ വൈഫ് ഈസ് എ ടീച്ചർ. അപ്പോ അവര് ആ ചാപ്റ്റർ തീർക്കാൻ വേണ്ടി ബന്ധപ്പെടുകയാണ്. എനിക്ക് 3 മക്കളുണ്ട്, 3 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് ഈ പഠനത്തിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലോകം കിട്ടാനായിട്ട് ലിറ്ററലി സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ട്. സമയമില്ലാത്തതാണ് മെയിൻ പ്രശ്നം. സമയം കണ്ടെത്താവുന്നതാണ്, പക്ഷെ പല സാങ്കേതിക പ്രശ്നം കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ലോകം. ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്, പക്ഷെ എനിക്ക് കൊമേഴ്സ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ഞാൻ കൊമേഴ്സ് പഠിച്ചു വന്ന എനിക്ക് പ്രാക്ടിക്കലി എനിക്കൊരു കൊമേഴ്സ് ഒരു എക്സസൈസ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് പഠിച്ച രീതികൾ എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി പഠിച്ചതാണ്. ജയിക്കാൻ വേണ്ടി പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ലൈഫ്, എന്താണ് കരിയർ, എന്താണ് ഇത് ശരിക്കും ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി പറയുകയാണെങ്കിൽ ഫ്രം ഹിയർ എക്സ്പീരിയൻസ് ഫോർ ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. അതിനുള്ള സംവിധാനത്തിൽ ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബുക്കുകളാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെ തന്നെയാണ് നോക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ബുക്ക് സ്റ്റാളിൽ ചെന്നപ്പം ഒരുപാട് ബുക്സ് കാണിച്ചു തന്ന കുട്ടികൾക്കുള്ളത്, പക്ഷെ എന്റെ നോട്ടം എത്തിയത് ഈ പറയുന്ന ക്രൈറ്റീരിയയിലാണ്. അതായത് ഒരു കുട്ടിക്ക് പഠിക്കുന്ന കരിക്കുലത്തിൽ നിന്ന് മാറിക്കൊണ്ട് അവന്റെ ലൈഫിൽ അവന് ഗുണം ചെയ്യുന്ന ടിപ്സ് ഉള്ള ബുക്കുകൾ എന്താണ്, കവിതകളെക്കാളും നോവലിനേക്കാളും ഞാൻ പരതിയത് ആ ബുക്കാണ് ഞാൻ കൊണ്ടുവന്നത് എന്റെ വിശ്വാസം. അടിപൊളി, താങ്ക് യു സോ മച്ച്. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഇനീഷ്യേറ്റ് ചെയ്യണം. നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ പുറത്തുള്ള 2 മക്കളെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഡിസേർവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. തന്നെയല്ല എത്ര ഇനീഷ്യേറ്റീവ് കണ്ണു തുറക്കും. ഇപ്പൊ ഒരു ലൈബ്രറി എന്തിനാണെന്നുള്ള ചർച്ച വരും. സ്കൂളിൽ എന്തിനാ ലൈബ്രറി? ആ ചർച്ചകൾ കുട്ടികളുടെ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കും. അതൊരു അറിവിന്റെ ഉത്തരവാണ്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, നമ്മൾ പഠിപ്പിക്കുന്ന മക്കള് അതിന് തുല്യമായതോ അതിനേക്കാൾ കൂടുതലോ നമ്മൾ പുറത്തേക്കുള്ള കുട്ടികൾക്കുള്ള ഒരു സഹായം വേണം ഉറപ്പായിട്ടും. എങ്കിലേ നമുക്കൊരു സന്തുലിതാവസ്ഥയിൽ പോകാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച് ഫൈസലേട്ടാ, ഒത്തിരി സന്തോഷമായി. കൈ നിറയെ ബുക്സ് ആയിരുന്നു. ഇത് ഒത്തിരി കുട്ടികൾക്ക് ഉപകാരമാവട്ടെ. തീർച്ചയായിട്ടും.